ആദ്യം ഒരു ഓണം ശ്രമിച്ചു, അതിൽ ഫെയിലായി. ആ പയ്യ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞു. അപ്പൊ ടേസ്റ്റ് അറിയാതിരിക്കാൻ കഷായത്തിലാണെങ്കിൽ അറിയത്തില്ല. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടിൽ 2 ദിവസം കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്ത് അറിയില്ല ലാബിൽ. ഇതിലെല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം, ഈ പയ്യനോട് കോടതി അവസാനം മറ്റേ മരണമൊഴി എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോഴും ഈ ഷാരൂൺ പറഞ്ഞ കാര്യം അവളത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതിനെപ്പറ്റി ചേട്ടൻ എന്താ തോന്നിയത്? ചതിച്ചു എന്നുള്ള കാര്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ഇത്രയും നാളെ 2 വർഷം പ്രണയിച്ച് നടന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ അവ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ആ പെൺകുട്ടി ഒരുപാട് കഥ, ഇതിനു മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ആ പെൺകുട്ടി പറഞ്ഞു, ഒരു കള്ളം പറഞ്ഞു, അവനായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ മരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ പയ്യൻ വെട്ടുകാട് കൊണ്ടുവച്ച് താലി കെട്ടിയത്. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു പയ്യനാണ് അല്ലേ? അല്ലേ? എന്നിട്ടാണ് ആ പെൺകുട്ടി ഇത്രയധികം പ്ലാൻ ചെയ്ത്, വെൽ പ്ലാൻഡ് ആയിരുന്നു. കാരണം വിഷം പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയ്ക്ക് ആ പെൺകുട്ടി റിസർച്ച് ചെയ്തിട്ടാണ്. കാരണം ആദ്യത്തിൽ ടേസ്റ്റ് കാരണം അവൻ പിടിച്ചു, പിന്നെ ടേസ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാം? കഷായത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് എങ്ങനെ പിടിക്കാതിരിക്കാം? അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇത് ടെസ്റ്റ് ചെയ്ത ഒരു ലേബിലും കിട്ടില്ല എന്നാണ് ഞാൻ ന്യൂസിൽ അറിഞ്ഞ. കൂടുതലായിട്ട് ഇറങ്ങിയില്ല. അഭിപ്രായത്തിൽ ഏറ്റവും വളരെയധികം മാക്സിമം ഉള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഈ അമ്മയെ വെറുതെ വിട്ടതിനെ പറ്റി എന്താ ചേട്ടൻ്റെ അഭിപ്രായം? കാരണം 3 പേരും ആദ്യത്തെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. അമ്മയെ വെറുതെ പങ്കുണ്ടെങ്കിൽ അമ്മയെ ശിക്ഷിക്കണമെന്നാണ് അഭിപ്രായം. സ്ത്രീ ആയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പരിഗണന എല്ലാവരും അല്ലേ? ഇപ്പോഴും അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ പുരുഷനും സ്ത്രീക്കും ഒരേ ആനുകൂല്യങ്ങളും ഒരേ ഇത് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സ്ത്രീ ആണെന്ന് മാത്രം ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ സ്ത്രീക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഗണന ഇവിടെ വരുന്നത്. പുരുഷന്മാർക്ക് പരിഗണന ഇല്ല. അപ്പോൾ 2 പേർക്കും ഒരേ തുല്യ പരിഗണന കൊടുക്കണമെന്നാണ്. അത് കേസായാലും ശരി തന്നെ, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീക്കും പുരുഷനും ഒരേ പരിഗണന കൊടുക്കണമെന്ന് തന്നെയാണ് ഇതിൽ എല്ലാവരെയും സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം മരണമൊഴി എടുക്കാനായിട്ട് കോടതിയിൽ പറഞ്ഞു വിട്ടപ്പോൾ അപ്പോഴും ഷാരൂൺ പറഞ്ഞ കാര്യം അവളത് ചെയ്തിട്ടുണ്ടാവില്ല. അത്രമാത്രം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് പോയിട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതുപോലും കണക്കിലെടുക്കാതെയല്ലേ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണല്ലേ. പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. ഈ കേസിൻ്റെ ഇത് നോക്കുമ്പോൾ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. അതായത് കൃത്യമായി പഠിച്ച് കഷായത്തിൽ മിക്സ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ അറിയില്ല, അങ്ങനെ ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ ശരിക്കും പ്ലാൻ ചെയ്ത ഒരാളെ കൊന്നേക്കുകയാണ്. അപ്പോൾ അവൾക്ക് യഥാർത്ഥ ശിക്ഷ കിട്ടണം. എന്ത് ശിക്ഷയാണോ അത് ഗവൺമെന്റ് എന്തിക്കുന്ന ശിക്ഷ അവൾ അനുഭവിക്കണം. സ്ത്രീ ആയതിന്റെ പേരിൽ എന്തെങ്കിലും പരിഗണന നൽകേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ തന്നെ കിട്ടണം. ഒരു സമൂഹത്തിൽ അവൾ തെറ്റുകാരിയാണ്. ഒരു ഭർത്താവിനെയും വെച്ചിട്ട് വേറൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നവൾ ശരിയായ ഒരു ഭാര്യയല്ല. ഞങ്ങളും ഒരു കുടുംബമായി ജീവിക്കുന്നത് തന്നെ തെറ്റുകുറ്റങ്ങളുണ്ട്, എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു, നാട്ടിൽ വന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അന്നും പറഞ്ഞ് വേറൊരു ഭർത്താവിൻ്റെ പുറകെ ഓടെയൊന്നുമില്ല. ജീവിതം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. പരമാവധി ശിക്ഷ നൽകണം. എങ്കിൽ ഇനി അത് കണ്ട് മറ്റൊരു പെണ്ണ് ഇതുപോലെ ചെയ്യരുത്, ഇല്ലേ? അതാണ് ജീവിതത്തിൽ ആദ്യം അറിയേണ്ടത്. പണം നോക്കിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിൽ കാര്യമില്ല. നമ്മൾ ഒരാളെ മനസ്സ് അല്ലെങ്കിൽ സ്വഭാവം കണ്ട് ഇഷ്ടപ്പെടണം. ശരിക്കും മറ്റൊരു വിവാഹാലോചന, ഒരു പട്ടാളക്കാരൻ്റെ വിവാഹാലോചന വന്നപ്പോഴാണ് ഇവനെ ഒഴിവാക്കാനായിട്ട് ഇതെല്ലാം ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനെപ്പറ്റി എന്താ പറയാ? അങ്ങനെ ആളുടെ പറയണം, ഇങ്ങനെ ഒരു ആലോചന വന്നു, എനിക്കതിൽ താല്പര്യമുണ്ട്, താങ്കളുടെ എന്താണ് അഭിപ്രായം എന്ന് അയാൾക്ക് ചോദിക്കണം. ആദ്യമേ കയറി കൊല്ലേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്താണെന്ന് അവളോട് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ ഇത് അറിഞ്ഞിട്ട് നമ്മൾ പറയാൻ പറ്റുള്ളൂ. മറ്റേ മരിച്ച പയ്യനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പം അയാൾ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്, അത് നമുക്കറിയില്ലല്ലോ. അതെന്താന്ന് കൊല്ലേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും നിയമപരമായി പോയാലും മതിയല്ലോ. എന്താ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിയമപരമായി പോകണം, അല്ലാതെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. നേരെ തിരിച്ച് ഇതേപോലെ ഒരു ആണിനാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഇതേപോലെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ആരും തിരിഞ്ഞു നോക്കൂലായിരുന്നു. അപ്പോൾ ആ ആണിനെ നേരെ പറഞ്ഞു വിടുകയുള്ളൂ. ഇപ്പം തന്നെ എത്ര കേസുകൾ നടന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ. ഇത് തന്നെയല്ല, ഇതിന് മുമ്പായിട്ട് എത്ര കേസുകൾ നടന്നു. ഇതങ്ങനെ ആണ് നേരെ തിരിച്ച് ഇതങ്ങനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവനെ നേരെ ഫോട്ടോയും കാണിച്ച് എല്ലാം കാണിച്ച് നേരെ അവനെ മൊത്തം അവൻ്റെ കുടുംബം അത്രയും നശിപ്പിച്ചിട്ടേ എല്ലാവരും പോവുള്ളൂ. പക്ഷേ നേരെ തിരിച്ച് പെണ്ണിൻ്റെ ഒരു ഭാവമായത് കൊണ്ട് എല്ലാവരും അവരും സ്മാർട്ട് ഗേളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വേണം പറയാം. നിയമം മാറണം, അല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി? നമ്മുടെ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയാൻ വേണ്ടി? എല്ലാവരും ഒരാൾക്ക് മുൻഗണന കൊടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുത്താണ് നിൽക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ആണുങ്ങളെന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരു സൈഡ് കേൾക്കാൻ ആരും ഇല്ല.
ആണുങ്ങൾക്ക് വേറെ നിയമം, പെണ്ണുങ്ങൾക്ക് വേറെ നിയമം, രണ്ട് സൈഡായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ചേട്ടൻ ആഗ്രഹിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെ. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ കോടതിയും കാര്യങ്ങളെല്ലാം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി അവർ വീട്ടുകാർ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ വേറൊരു ഇല്ല. അവർ കിടന്ന് അവരുടെ കണ്ണീര് കാണാനല്ലാതെ വേറൊന്നും നടക്കണമെന്നില്ല. ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ അവസാനം കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ എന്തൊക്കെ കേസുകളായില്ല, ഭീഷണി എന്തോ വെളിയിറങ്ങാൻ വേണ്ടിയുള്ള ജാമ്യമാണോ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേ കണക്ക് ഓരോരോ കേസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇനി ഇതേ കണക്ക് ചെറുക്കന്മാരെ പയ്യന്മാരെ അതേ കണക്ക് മരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും പെണ്ണുങ്ങളെ അതേ സപ്പോർട്ട് ചെയ്ത് അതേ കണക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചെയ്ത് ഇത് നിർത്താൻ പറ്റുമെങ്കിൽ ചെയ്യണം. ശരിക്കും ഈ അവസാനം മരണമൊഴി എടുക്കാനായിട്ട് പോയിരുന്നു ഈ ഷാരൂണിൻ്റെ. അപ്പോഴും അവൻ പറഞ്ഞ കാര്യം അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? അവളിപ്പം ചെയ്തത് എല്ലാവർക്കും തെളിഞ്ഞല്ലോ. അവളും അവളെ അമ്മായിയപ്പനും ഇല്ലേ എന്ന് പറഞ്ഞത്. അപ്പം തെളിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ജീവപര്യന്തം കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പെണ്ണങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുമല്ലോ. അതും ഇത്രയും കാലം സ്നേഹിച്ച 2 വർഷത്തോളം അതാണ് പറഞ്ഞ് സോൾവ് ചെയ്യാൻ. അല്ലെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നേരിട്ട് അങ്ങ് പറഞ്ഞ് തീർക്കേണ്ട പ്രശ്നമായിരുന്നു. ഇപ്പം കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതൊരു ആണാണ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഡബിളായിരുന്നു. അതുകൊണ്ട് മറ്റേ അനന്തും അല്ല ബിനോയും മറ്റേ ഇവളുണ്ടല്ലോ, അതെൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പം നമുക്ക് ആ കേസ് അറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവനെ ജയിലിൽ പിടിച്ചിട്ട്, അതുപോലെ ഇവളെ ജയിലിൽ പോലും പിടിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സെയിം ഇക്വാലിറ്റി സെയിം പാർഷ്വാലിറ്റിയാണ്. അപ്പം നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാക്സിമം ശിക്ഷ തന്നെയാണ്. അതെ. പിന്നെ ഇപ്പം സെയിം ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഇപ്പം ആണിനും പെണ്ണിനും എല്ലാവർക്കും ഒരു വാണിംഗ് പോലെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിൽ ചിന്തയുള്ള ആൾക്കാർക്കൊരു വാണിംഗ് കൂടെ ആയിരിക്കും. ഒരു വാണിംഗ്. ഇപ്പം നമ്മുടെ നിയമം പോലും ഇപ്പോൾ അവർക്ക് എന്ത് തെറ്റിയതിൽ അവർക്കും കൂടെ അനുകൂലമായിട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. ശരിക്കും ചേട്ടൻ പറഞ്ഞത് ഭയങ്കര ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇക്വാലിറ്റി ആവശ്യപ്പെടുന്ന സ്ത്രീകളും അത് കിട്ടാതെ പോകുന്നത് പുരുഷന്മാർക്കുമാണ്. അതെ. ചേട്ടൻ എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങളോ എന്തെങ്കിലും പറയാനായിട്ടുണ്ടായിരുന്നോ? അല്ല, ഇപ്പോൾ തന്നെ നമ്മൾ പോലെ ഇപ്പോഴേ ഇപ്പം ബസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു റിസർവ്ഡ് സീറ്റ് ഉള്ളത് സ്ത്രീകൾക്കാണ്. ഓക്കെ, അപ്പം അത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ അംഗവൈകല്യം ഉള്ള ആൾക്കാരുണ്ട്, ഗർഭിണികൾ. അപ്പം അതേപോലെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ ഈ സ്ത്രീകൾ? അപ്പം അത്രയും ദുർബലരാണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പം റിസർവ്ഡ് ആണെങ്കിൽ പുരുഷന്മാർക്ക് അതേപോലെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് എവിടെ വേണം ഇരിക്കുക എന്നുള്ളൊരു കണ്ടീഷനായിട്ട്. ഇപ്പം ഒരു അംഗവൈകല്യം ഉള്ളവർക്ക് നമ്മൾ ഇപ്പം ഞാൻ ബസ്സിൻ്റെ കാര്യം മാത്രമല്ല പൊതുവെ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണ്. ബസ്സിൽ നമുക്കിപ്പോൾ ഒരു അംഗവൈകല്യം ഉള്ളവർക്ക് ഒരു 5-10 സീറ്റ് റിസർവ് ചെയ്യുന്നത് പോലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് റിസർവിന് ആവശ്യമില്ല. ഇവിടെ വേണം അവർക്ക് ഇരിക്കാമെന്നുള്ള കണ്ടീഷൻ കൊണ്ടുവരണം. അതുപോലെ നമ്മളിപ്പം ജോലി മേഖലകൾ നോക്കിയാലും കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലുള്ളത് ഇപ്പം സ്ത്രീകൾക്കാണ്. എവിടെയും സെക്യൂരിറ്റി കൂടുതൽ സ്ത്രീകൾക്കാണ്. പക്ഷേ അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. സ്ത്രീകൾക്കുള്ള പ്രയോറിറ്റീസ് അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല, സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ഈ കേസിൽ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് പരമാവധി ശിക്ഷ തന്നെ? പരമാവധി ശിക്ഷ, തീർച്ചയായിട്ടും പരമാവധി ശിക്ഷ തന്നെയാണ്. നാളെ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷൻ വരാനേ ഉള്ളൂ. ഇത് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ വരണം. ഈവൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്തായാലും എല്ലാവർക്കും അറിയാലോ. ഈ സ്പോട്ടിൽ തന്നെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ എന്തൊക്കെ ഈവനിങ് ഒരു 6 to 7 hours ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത്.